2026 ഏപ്രിൽ 13 അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള ടാമ്പ നഗരത്തിൽ ഒരു കൊച്ചുമുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ ചാറ്റ് GPT ഇങ്ങനെ ചോദിച്ചു: ഒരു മനുഷ്യനെ ഒരു കറുത്ത പ്ലാസ്റ്റിക് ബാഗേജിലാക്കി ഒരു ഡംസ്റ്ററിൽ തള്ളിയാൽ എങ്ങനെയിരിക്കും? AI ഉടനെ തന്നെ തിരിച്ചു മറുപടി നൽകി, ഇത് തീർത്തും തെറ്റാണ്. പക്ഷേ ആ മനുഷ്യൻ ഒട്ടും തന്നെ അമാദിച്ചില്ല. അടുത്ത ചോദ്യം ചോദിച്ചു: ഇത് ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പോലീസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ സംഭാഷണം നടന്ന കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം സൗത്ത് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന 2 വിദ്യാർത്ഥികളെ നിഗൂഢമായ സാഹചര്യത്തിൽ പെട്ടെന്ന് കാണാതാവുന്നു. അതിലൊരാൾ മലയാളിയും ഒരാൾ ബംഗ്ലാദേശിയുമായിരുന്നു. സ്നേഹത്തിൽ തുടങ്ങി അസൂയയിലും ഭ്രാന്തിലും കുശുമ്പിലും ക്രൂരതയിലും അവസാനിച്ച ഈ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യങ്ങൾ അമേരിക്കൻ പോലീസിനെയും അതേപോലെ തന്നെ അമേരിക്കൻ മലയാളികളെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമാണ്. പക്ഷേ ഈ കേസിന് വേണ്ടി ഈ കൊലപാതകം ചെയ്ത ആൾ ദുരുപയോഗം ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വരെയായിരുന്നു. USA നടന്ന ഞെട്ടിക്കുന്ന ഈ ഡബിൾ മർഡർ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യങ്ങളിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ബംഗ്ലാദേശിൽ ജനിച്ചു വളർന്ന നഹിദ വൃഷ്ടി എന്ന് പറയുന്ന 27-കാരി ചെറുപ്പക്കാരിക്ക് ചെറുപ്പം മുതലേ ശാസ്ത്ര ഗവേഷണ മേഖലകളിൽ വളരെ താല്പര്യമായിരുന്നു. നൊവാഖാലി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉയർന്ന ബിരുദം നേടിയ ഈ വിദ്യാർത്ഥി 2025 കാലഘട്ടങ്ങളിലാണ് USFിലെത്തുന്നത്. USF എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡ. തികച്ചും അപരിചിതമായ ഒരു രാജ്യത്ത് തൻ്റെ പഠനഭാരവും പേറി തനിക്ക് അറിയാത്ത സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്ന ഈ പെൺകുട്ടിക്ക് ജാമലുൻ നിമോൺ എന്ന യുവാവിനെ സൗഹൃദം വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അദ്ദേഹം ഒരു ബംഗ്ലാദേശി സ്വദേശിയുമായിരുന്നു. അയാൾ അതേ യൂണിവേഴ്സിറ്റിയിൽ ജിയോഗ്രഫി ആൻഡ് എൻവയോൺമെന്റ് സ്റ്റഡീസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഒരേ മാതൃഭാഷ സംസാരിക്കുന്ന ഒരേ സംസ്കാരമുള്ള ഈ 2 പേർ പെട്ടെന്ന് തന്നെ വളരെ അടുത്ത 2 സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിനോട് ജാമിൽ എപ്പോഴും ഈ നഹിദ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് പറയുമായിരുന്നു. ഈ നഹിദ എന്ന് പറയുന്ന പെൺകുട്ടി നന്നായിട്ട് പാട്ടുപാടും, നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യും, നന്നായിട്ട് വരയ്ക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അഭിമാനപൂർവ്വം തൻ്റെ സഹോദരനോട് ജാമിൽ ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ പോകെ ഈ സൗഹൃദം പെട്ടെന്ന് തന്നെ ഒരു പ്രണയമായിട്ട് മാറുകയാണ്. ഈ പ്രണയം അങ്ങനെ ഒടുവിൽ വീട്ടുകാരറിയുന്നു. വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്താണ്. പഠനം കഴിഞ്ഞാലുടനെ 2 പേർക്കും 2 പേരെയും കല്യാണം കഴിപ്പിക്കാമെന്നും സന്തോഷപൂർവ്വം ഒരു ജീവിതം നയിക്കാമെന്നും ഈ 2 പേരോടും വീട്ടുകാർ പറയുന്നു. പക്ഷേ ഈ പ്രണയം ഇവരെ കാത്തിരുന്നത് വലിയ ഒരു ചതിക്കുഴിയാണ്, അതല്ലെങ്കിൽ കാത്തിരിക്കാതെയുള്ള ഒരു മരണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? 2026 ഏപ്രിൽ 16 ഈ തീയതിയിലാണ് അവസാനമായി നഹിദയെ എല്ലാവരും കാണുന്നത്. അന്ന് വൈകുന്നേരം തൻ്റെ സുഹൃത്തുമായിട്ട് ഒരു മീറ്റിംഗ് നഹിദ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്ത് അന്ന് വൈകുന്നേരം ഏറെ വൈകിട്ടും നഹിദയെ കാത്തിരുന്നു. ഏറെ വൈകിയും നഹിദ എത്തിയിട്ടില്ല. മാത്രമല്ല, നഹിദയുടെ ഫോൺ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരു ചെറിയ കാര്യം പോലും തന്നോട് ഷെയർ ചെയ്യുന്ന നഹിദ എന്ന് പറയുന്ന തൻ്റെ ഈ സുഹൃത്ത് ഇന്ന് വരാൻ പറ്റില്ലെങ്കിൽ ആ കാര്യം ഒരിക്കലും തന്നോട് വിളിച്ചു പറയില്ല എന്നുള്ളൊരു ധാരണ ഈ സുഹൃത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഹിദയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഈ കുട്ടി പരിഭ്രാന്തയാവുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അങ്ങനെ പോലീസ് യൂണിവേഴ്സിറ്റിയിലെത്താണ്. ഏപ്രിൽ 17 രാവിലെ നഹിദയുടെ റൂം പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. യൂണിവേഴ്സിറ്റി ലാബിൽ നടത്തിയ തിരച്ചിലിൽ പോലീസിന് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. നഹിദ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐപാഡ്, ലാപ്ടോപ്പ്, ലഞ്ച് ബോക്സ് തുടങ്ങി നഹിദയുടെ എല്ലാവിധ സാധനങ്ങളും യൂണിവേഴ്സിറ്റി ലാബിൽ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ പോലീസിന് ഒരു കാര്യം വ്യക്തമാവുന്നു. സാധാരണ സംഭവിക്കുന്നതിലപ്പുറം എന്തോ ഒരു കാര്യം അന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈകുന്നേരം മുതൽ ഈ കുട്ടി മിസ്സിംഗ് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ എത്തിപ്പെടുകയാണ്. അന്വേഷണ സംഘം അടുത്തതായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് ഈ പെൺകുട്ടിയുടെ കാമുകനായ ജാമിലിനെയായിരുന്നു. പക്ഷേ ജാമിലിനെ എത്ര തന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ പോലീസ് സംശയിക്കുകയാണ്, ഇതൊരു ലവ് സ്റ്റോറിയാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിക്സിംഗ് കേസാണോ എന്താണെന്നറിയാതെ പോലീസുകാർ ശരിക്കും കൺഫ്യൂസ് ആവുകയാണ്. ജാമിലിൻ താമസിച്ചിരുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുണ്ടായിരുന്ന അവലോൺ ഹൈറ്റസ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. ഈ അപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിനെ കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടി റെന്റ് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഈ 2 പേരിൽ ഒരാൾ റഷീദും മറ്റൊരാൾ 26-കാരനായ ഹിസാം അബു ഗർബിയ എന്ന് പറയുന്ന മറ്റൊരാളും.
ജാമിലിനെ വിളിച്ചിട്ട് കിട്ടാത്ത ഈ സാഹചര്യത്തിൽ പോലീസ് ജാമിലിന്റെ കൂടെ താമസിക്കുന്ന ഈ 2 പേരെ ചുറ്റിപ്പറ്റി വിഷയം കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അതിൽ രണ്ടാമത്തെ ആളായിരുന്ന ഹിസാം അബു ഗർബിയ എന്ന് പറയുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി പോലീസ് നടത്തുന്ന സമയത്ത് പോലീസിന് അവിചാരിതമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ കിട്ടാണ്. ആരായിരുന്നു ഹിസാം അബു ഗർബിയ? ഇദ്ദേഹം 2023 കാലഘട്ടത്തിൽ ഇതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഇയാൾ മയക്കുമരുന്നിന് അടിമയായതിനെ തുടർന്ന് അവിടെ ആ യൂണിവേഴ്സിറ്റിയിലെ പഠനം അവസാനിച്ച് പുറത്തു കടക്കേണ്ടി വന്ന ആളാണ്. 2023 മെയ് മാസത്തിൽ സ്വന്തം അമ്മയെയും സഹോദരനെയും ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഇദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാൻ വരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം ഉറക്കെ വിളിച്ചു കൂവിയത് "ഞാനാണ് ദൈവം, എല്ലാവരും എൻ്റെ മുന്നിൽ തലകുനിക്കണം" എന്നുള്ളതായിരുന്നു. പിന്നീട് അന്ന് അലറി വിളിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അടിയന്തരമായിട്ടുള്ള ചില ചികിത്സകളും അതേപോലെ തന്നെ നിരീക്ഷണവും കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹം 2023 വീണ്ടും പുറത്തിറങ്ങാണ്. പിന്നീട് സെപ്റ്റംബർ മാസത്തിൽ മറ്റൊരു മോഷണ കേസിൽ ഇതേ പ്രതിയെ തന്നെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കുടുംബം പോലും ഉപേക്ഷിച്ച ഹിസാം അങ്ങനെയാണ് ഈ അവലോൺ ഹൈറ്റ്സിൽ താമസിക്കാൻ വേണ്ടി എത്തുന്നത്. ഈ വിവരം അറിഞ്ഞ ജാമിലോണും റഷീദും വളരെയധികം ഭയന്നുപോയി. ഏപ്രിൽ മാസം ആദ്യം തന്നെ മാനേജ്മെന്റിന് ഇവർ പരാതിയും നൽകുന്നുണ്ട്. റഷീദ് പിന്നീട് പോലീസിന് മുന്നിൽ വന്നുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. 2026 ഏപ്രിൽ 16 ഹിസാം ഒരു പ്ലാസ്റ്റിക് ഗാർബേജ് ഡംസ്റ്ററിൽ കൊണ്ടുപോയി തള്ളുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ളതായിരുന്നു ആ വിവരം. ഏപ്രിൽ 23 പോലീസ് ആ അപ്പാർട്ട്മെന്റിലെ വേസ്റ്റ് ഡംപ് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ അവിടെ നിന്നും കിട്ടിയ തെളിവുകൾ പോലീസിന്റെ നെഞ്ചു പിടയ്ക്കുന്നതായിരുന്നു. ജാമിലിന്റെ 2 കഷ്ണങ്ങളായിട്ട് കീറിയ രക്തം പുരണ്ട പാൻറ്, അദ്ദേഹത്തിന്റെ ഷർട്ട്, അതേപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിലെ ID കാർഡ്, ആ പെൺകുട്ടിയുടെ ഫോൺ കവർ, പൂർണ്ണമായും വെള്ളത്തിൽ മുക്കിയെടുത്ത ഒരു ഫ്ലോർ മാറ്റ്, ഇത്തരം സാധനങ്ങളാണ് പോലീസ് ആ ഡംസ്റ്ററിൽ നിന്ന് കണ്ടെത്തിയത്. ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ പോലീസ് മനസ്സിലാക്കി ഇവർ 2 പേരും അപകടത്തിലാണ്. പോലീസ് ഉടനെ തന്നെ ഹിസാമിനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇയാളുടെ ശരീരമാസകലം ആ സമയത്ത് മുറിവുണ്ടായിരുന്നു. ഇയാളുടെ വിരൽ മുറിഞ്ഞ് കണ്ടിട്ട് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വിരൽ മുറിഞ്ഞ കാരണം എന്താണെന്ന് ഇയാളോട് പോലീസുകാർ ചോദിച്ച സമയത്ത് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഉള്ളി അരിഞ്ഞപ്പോൾ മുറിഞ്ഞു പോയി എന്നുള്ളതാണ്. ഏപ്രിൽ 16 ഹിസാമിന്റെ ഹ്യുണ്ടായി ജെനസിസ് G80 എന്ന് പറയുന്ന കാറും അതേപോലെ തന്നെ ജാമിലിന്റെ മൊബൈൽ ടവറും ഒരുപോലെ തന്നെയാണ് സഞ്ചരിച്ചിരുന്നത് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുകയാണ്. തിരച്ചിലിനിടയിൽ റൂമിന്റെ ആ നീല വെളിച്ചത്തിൽ പെട്ടെന്ന് ഒരു രക്തക്കളം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഇത് വ്യക്തമായി പരിശോധിച്ച പോലീസിന് മനസ്സിലായ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു മനുഷ്യ ശരീരം മണിക്കൂറുകളോളം ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനിടയിലൂടെ തുള്ളിതുള്ളിയായി വന്ന ചോരയാണ് ഇതുപോലെ രക്തക്കളമായി ഇവിടെ ഫോം ചെയ്തു വെച്ചിരിക്കുന്നത്. ഏപ്രിൽ 24 രാവിലെ 6 മണിക്ക് ഹിസാമിന്റെ കാർ സഞ്ചരിച്ച അതേ വഴിയിലൂടെ GPS പരിശോധിച്ചുകൊണ്ട് പോലീസ് പിന്തുടരുന്ന സമയത്ത് ഡാംബയിലെ ഹൊവാർഡ് ഫ്രാങ്ക്ലിൻ പാലത്തിന് സമീപത്ത് വണ്ടി എത്തി നിൽക്കുകയാണ്. പോലീസിന് സ്കൂബ ഡൈവേഴ്സ് കലങ്ങി മറിഞ്ഞോടുന്ന വെള്ളത്തിലേക്ക് ഊളിയിട്ടിറങ്ങി. മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിൽ അവർക്ക് ആ വെള്ളത്തിനടിയിൽ നിന്നും ഒരു കറുത്ത ബാഗേജ് ലഭിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് ബാഗേജ് അങ്ങനെ അവർ കരയിലെത്തിച്ചു. അത് തുറന്ന് പരിശോധിച്ച പോലീസിന്റെ തലച്ചോറ് മരവിച്ചുപോയി. അതിലുണ്ടായിരുന്നത് ജാമിലിന്റെ മൃതദേഹമായിരുന്നു. ആ ബാഗേജിനുള്ളിൽ കൃത്യമായി വെക്കുന്നതിന് ജാമലിന്റെ കാലുകൾ 2 വെട്ടിമാറ്റിയ രീതിയിലായിരുന്നു കാണപ്പെട്ടത്. മാത്രമല്ല ഉപ്പുവെള്ളത്തിൽ കിടന്നത് കൊണ്ട് തന്നെ ആ ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ വികൃതമായിരുന്നു. അവസാനം DNA പരിശോധനയിലൂടെയാണ് അത് ജാമലിൻ്റെതാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. എന്നാൽ നഹിദ എവിടെയായിരുന്നു? അതേ ദിവസം രാവിലെ 9:08 പോലീസിന് 911 എന്ന് പറയുന്ന അടിയന്തര നമ്പറിൽ ഒരു കോൾ വരികയായിരുന്നു. വിളിച്ചത് ഹിസാമിന്റെ ബ്രദർ. അദ്ദേഹം വിളിച്ചത് മറ്റൊന്നിനുമല്ല, ഒരു തോർത്തുമുണ്ട് മാത്രം എടുത്ത് ഹിസാം തൻ്റെ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് അവൻ്റെ സഹോദരിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപകടകാരിയായ ഈ ക്രിമിനലിനെ പിടികൂടാൻ വേണ്ടി പോലീസ് സ്വാറ്റ് ടീം, ബോംബ് സ്ക്വാഡ്, അതേപോലെ ഡ്രോൺ സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടു കൂടി അവൻ്റെ വീട് വളയാൻ തീരുമാനിച്ചു. എല്ലാവരും വീട് വളഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള ഈ ക്രിമിനൽ ഉടുതുണി മാത്രം ഉടുത്തുകൊണ്ട് പോലീസിന് മുന്നിൽ അവസാനം കീഴടങ്ങി. ഏപ്രിൽ 26 കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ ഇതുപോലെ തന്നെ ഒരു കറുത്ത ബാഗേജ് കിട്ടുകയാണ്. അത് പുറത്തെടുത്ത് അത് പരിശോധിച്ച സമയത്ത് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം കാണാതായ നഹദിയ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത്. അതും ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലായിരുന്നു, കാരണം ഉപ്പുവെള്ളമായതുകൊണ്ട് തന്നെ. പിന്നീട് ഡെന്റൽ റെക്കോർഡുകൾ പരിശോധിച്ചാണ് ഇത് ഈ പെൺകുട്ടിയുടേതാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്.
പഠിച്ച് വലിയ നിലയിൽ ഉയർന്ന നിലയിൽ എത്തണമെന്നും തൻ്റെ അംബീഷൻ വ്യക്തമാക്കി നടപ്പാക്കണം എന്നുള്ളത് മനസ്സിലാക്കി വന്ന ആ പാവം പെൺകുട്ടിയെയാണ് ക്രൂരമായി ഇതുവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണത്തിനൊടുവിൽ ഇത് വെറുതെ നടത്തിയ ഒരു കൊലപാതകമല്ല, അതല്ലെങ്കിൽ പെട്ടെന്നുള്ള ഉദ്ദേശത്തിൽ നടത്തിയ കൊലപാതകമല്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇയാളുടെ ആമസോൺ അക്കൗണ്ടും മറ്റും പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാവുന്നത്. ഏപ്രിൽ 7-ന് ഇയാൾ ആമസോൺ അക്കൗണ്ടിൽ നിന്നും ഒരു ഡക്റ്റ് ടേപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ ഫയർ സ്റ്റാർട്ടറും ഗാർബേജ് ബാഗുകളും ക്ലീനിങ് എക്യുപ്മെന്റ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 13-ന് ChatGPT-യോട് ഒരു മനുഷ്യനെ ഗാർബേജ് ബാഗിലാക്കി കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിടികൂടുമോ എന്നുള്ളത് ചോദിച്ചു. ഏപ്രിൽ 15-നാകട്ടെ കാറിന്റെ ചേസിസ് നമ്പർ എങ്ങനെ മായ്ച്ചു കളയാം, അതല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ തോക്ക് എങ്ങനെ കൈവശം വയ്ക്കാം എന്നുള്ള കാര്യങ്ങളും ChatGPT-യോട് അദ്ദേഹം സെർച്ച് ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെ മാനേജ്മെന്റിൽ പരാതി നൽകിയതാണ് ജാമിലിനെ ഈ ക്രൂര കൊലപാതകം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അദ്ദേഹം മുൻകൂട്ടി പ്ലാൻ ചെയ്തത് ജാമിലിനെ മാത്രം കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ അന്നേ ദിവസം ഈ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് ഫ്ളാറ്റിൽ നിർഭാഗ്യവശാൽ നഹ്ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ജാമിലിനോടൊപ്പം ഈ പെൺകുട്ടിയെയും കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം തങ്ങളുടെ ഭാവി പടുത്തുയർത്താൻ വന്ന 2 നക്ഷത്രങ്ങൾ എന്നാൽ ഒരു സൈക്കോപാത്തിന്റെ ക്രൂരമായ ഇടപെടലുകൾ കാരണം ഇല്ലാതായി തീരുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ കൊലപാതകത്തിനെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഈ കൊലപാതകത്തിനെ കുറിച്ചും ഈ ക്രൂരനായ പ്രതിയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.